ഒന്നല്ല ഒന്നിലധികം കേസുകളിൽ ആരോപണ വിധേയനായ പാലക്കാടിന്റെ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടത്തിൽ തടയുമെന്ന് പ്രഖ്യാപിച്ച് CPM-ഉം BJP-യും ശക്തമായി രംഗത്തുണ്ട്. ഇരുവരുടെ മഹിളാ സംഘടനകളും എന്തിനും കോപ്പുകുട്ടി തയ്യാറായിരിക്കുകയാണ് രാഹുലിനെ തടയാനായിട്ട്. അതേസമയം രാഹുലിന് വേണ്ടിയും എതിർത്തും കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും പടയൊരുക്കം ശക്തമാകുകയാണ്. പാർട്ടിക്കുള്ളിലെ സസ്പെൻഷൻ തീരുമാനങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു വിഭാഗം ലോക്കൽ നേതാക്കൾ, പ്രാദേശിക ഭാരവാഹികൾ രാഹുലിനെ ഏത് വിധേനയും പാലക്കാട് മണ്ഡലത്തിൽ കൊണ്ടെത്തിക്കണം എന്ന വാശിയിലാണ്. പക്ഷെ വി ഡി സതീശന്റെ കർശന നിലപാട് രാഹുലിനെതിരാണ്. വി ഡി സതീശൻ എ ഗ്രൂപ്പിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇനി രാഹുൽ നിയമസഭയിൽ എത്തരുത്, ഒറ്റയ്ക്ക് വന്ന് പ്രത്യേക ബോക്സിൽ ഇരുന്ന് പാർട്ടിയെ നാണം കെടുത്തരുതെന്ന്. അങ്ങനെ വന്നാൽ പലതും തനിക്ക് പ്രവർത്തിക്കേണ്ടി വരുമെന്ന് വി ഡി സതീശൻ എ ഗ്രൂപ്പ് നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതൊരു പക്ഷേ ഏറ്റു എന്ന് വേണം കരുതാൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാഴാഴ്ച നിയമസഭാ നടപടിയിൽ പങ്കെടുത്തില്ല. നേരെ കെട്ടും കെട്ടി തലേ ദിവസം തന്നെ ശബരിമലയ്ക്ക് പോയി ശബരിമലയിൽ ദർശനവും നടത്തി. ഇനി അടുത്ത രാഹുലിന്റെ നീക്കം എന്താണെന്നാണ് ഇനി അറിയേണ്ടത്. അത് കാത്തിരുന്ന് കാണുക എന്നല്ല. പലതരത്തിലുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങളും കുറി യോഗങ്ങളുമൊക്കെ അടൂരിലും രാഹുലിന്റെ വീട്ടിലെ അടൂരിലും ഒക്കെയായി പലയിടത്തായി നടക്കുന്നുണ്ട്. കാരണം തിരുവനന്തപുരത്ത് നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ എങ്ങോട്ട് തിരിഞ്ഞാലും കോൺഗ്രസ് നേതാക്കളും MLA മാരുമാണ്. അതുകൊണ്ട് ഏതൊരു നീക്കം വന്നാലും വ്യക്തമായി തിരിച്ചറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അടൂരാണ് ഇപ്പോൾ രാഹുൽ അനുകൂല ടീമുകളുടെ ചർച്ചാ കേന്ദ്രങ്ങൾ. പുതുമുഖ MLA ആയ ശേഷം രാഹുലിനെ വീണ്ടും പാലക്കാട്ടേക്ക് എത്തിച്ച് പഴയ ആ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ ഏത് വിധേനയും ശ്രമിക്കുക എന്നാണ് ഈ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരുടെ, ഇടത്തരം നേതാക്കളുടെ തീരുമാനം. പാലക്കാട്ടേക്ക് അടുത്ത തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് ശനിയോ ഞായറോ രാഹുൽ എത്തിക്കുമെന്നാണ് ഇപ്പോഴത്തെ അഭ്യൂഹങ്ങൾ. അതിന് മുന്നോടിയായാണ് വ്യാഴാഴ്ച സഭാനടപടിയിൽ പങ്കെടുക്കാതെ രാഹുൽ ശബരിമലയിലേക്ക് പോയത്. വരുമെങ്കിൽ പാലക്കാട് രാഹുലിനെ എങ്ങനെ സംരക്ഷിച്ചു നിർത്തണമെന്ന കാര്യത്തിൽ ഇപ്പോൾ ചർച്ചകൾ തകൃതിയാണ്. എന്തായാലും പാലക്കാട്ടെ പോലീസിന് ഈ ഒരാഴ്ച രാഹുൽ എത്തിയാൽ പണിയേറും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPM-ഉം BJP-യും തങ്ങളുടെ പരമാവധി കരുത്ത് തെളിയിക്കുക രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെ മണ്ഡലത്തിൽ പ്രവർത്തിക്കാം എന്നതിലാകും. പാർട്ടിയിൽ നിന്നും സസ്പെൻഷൻ ആയതിനാൽ രാഹുലിന് എന്തായാലും പാലക്കാട്ട് നേതാക്കളുടെയോ തിരുവനന്തപുരത്തെയോ സംസ്ഥാന KPCC നേതൃത്വത്തിന്റെയോ ഒരു സഹായവും ലഭിക്കില്ലെന്ന് ഉറപ്പാണ്. രാഹുലിന് സ്വതന്ത്രനായതിനാൽ സ്വയം പ്രതിരോധിക്കേണ്ടി വരും എന്ത് വിഷയമുണ്ടായാലും. രാഹുലിന് വേണ്ടി പൊതുവേദിയിൽ സംസാരിക്കാൻ പോലും ഒരു കോൺഗ്രസ് നേതാവും ഉണ്ടാകില്ല. പിന്നെ CPM-ഉം BJP-യും ഉണ്ടാകുന്നത് എടുത്തു പറയേണ്ട കാര്യമേ ഇല്ല. രാഹുൽ എന്തായാലും ഒറ്റയ്ക്ക് നിന്ന് കാര്യങ്ങളെയൊക്കെ നേരിടേണ്ടി വരും. അപ്പോഴാണ് രാഹുലിനെ സഹായിക്കാൻ എന്ന പേരിൽ കുറച്ച് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പാലക്കാട് കുറി യോഗങ്ങളും തമ്പടിക്കലും ഒക്കെയായി ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ പാലക്കാട്ടേക്ക് വരാൻ തീരുമാനിച്ചാൽ എങ്ങനെ സംരക്ഷണം ഒരുക്കണമെന്നാണ് ഇവർ ആലോചിക്കുന്നത്. രാഹുലിന്റെ പ്രത്യേക ഒരു സുരക്ഷാ ജീവനക്കാരെ ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം വരെ ഇവിടെ വന്നു കഴിഞ്ഞു. കാരണം രാഹുൽ ഗാന്ധിക്ക് SPG സുരക്ഷ പോലെ രാഹുൽ മാങ്കൂട്ടത്തിന് കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ അല്ല, പ്രത്യേക സ്വകാര്യ സുരക്ഷാ ജീവനക്കാരുടെ സംരക്ഷണം ഒരുക്കണം, അല്ലെങ്കിൽ പണി കിട്ടുമെന്നാണ് ഈ രാഹുൽ അനുകൂല കുറു നേതാക്കളുടെ യോഗത്തിലുണ്ടായ ഒരു നിർദ്ദേശം. എന്തായാലും രാഹുൽ വെറും ഒരു സ്വതന്ത്രനാണ്. ഇപ്പോൾ പാർട്ടിയിലെ രാഷ്ട്രീയ ഗുരുക്കന്മാരുടെ പിന്തുണ എത്ര കണ്ട് ലഭിക്കുമെന്ന് കണ്ടറിയണം. അതും പിന്നാമ്പുറത്ത് കൂടി മാത്രമേ അവർക്ക് എന്തെങ്കിലും ഉപദേശം രാഹുലിന് നൽകാനാകൂ. നേരിട്ട് മുന്നിൽ നിന്ന് രാഹുലിനെ ഉപദേശിക്കാനോ നിർദ്ദേശിക്കാനോ ഇനി ആർക്കും ഒരു അംഗീകാരവുമില്ല. പാർട്ടി വിപ്പ് ലംഘിച്ച് ഏതെങ്കിലും ഒരു നേതാവ് രാഹുലിനൊപ്പം പോയാൽ അത് പാർട്ടി അച്ചടക്ക ലംഘനമായും പാർട്ടി നടപടിക്കെതിരായ പ്രവൃത്തിയുമായും ആകും കണക്കാക്കുക. അത് ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളെല്ലാം വാർത്തയാകും എന്നതിനാൽ പരമാവധി രാഹുലിനെ സ്നേഹിക്കുന്ന നേതാക്കളെല്ലാം അതിൽ നിന്നുമൊക്കെ മാറി നിൽക്കാൻ തന്നെയാണ് സാധ്യത. MLA-യുടെ സുരക്ഷ എന്ന പേരിലാകും ഇപ്പോൾ മണ്ഡലത്തിൽ രാഹുലിന് സുരക്ഷ ഒരുക്കുക. അതിനെന്തായാലും സംസ്ഥാന സർക്കാരിന്റെ സഹായം ഉണ്ടാകില്ല. കാരണം രാഹുലിനെതിരെ ക്രൈംബ്രാഞ്ച് ഉയർന്ന ആരോപണങ്ങളിൽ, പരാതികളിലൊക്കെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴെന്തായാലും ഒരു MLA-ക്ക് മാത്രമായി, പ്രത്യേകിച്ച് സുരക്ഷാ ഭീഷണിയൊന്നും ഇല്ലാത്തതിനാൽ ഒരു MLA-ക്ക് മാത്രമായിട്ട് സുരക്ഷാ സേനയെ, പോലീസിനെ ഏർപ്പെടുത്താൻ സംസ്ഥാന പോലീസിന് എന്തായാലും തൽക്കാലം ഉദ്ദേശമില്ല. രാഹുൽ അപേക്ഷ നൽകിയാൽ അത് പരിഗണിക്കാമെന്നാണ് പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. സ്വാഭാവികമായും BJP നേതാക്കളും CPM നേതാക്കളും അവരുടെ മഹിളാ പ്രവർത്തകരുമൊക്കെ രാഹുലിനെതിരായ പ്രതിരോധം തീർക്കും. അതേസമയം രാഹുലിന്റെ ശക്തി തെളിയിക്കുന്ന സ്വീകരണം പാലക്കാട് ഒരുക്കണമെന്ന വാശിയിലാണ് ചില നേതാക്കൾ. അതിന് തടയിട്ടില്ലെങ്കിൽ പണിയേറുന്നത് പോലീസിന് തന്നെയായിരിക്കും. കാരണം ഏത് തരത്തിലുള്ള സംഘർഷം നേടാൻ അവർ തയ്യാറാകേണ്ടി വരും. രാഹുലിനെ പാലക്കാട് എത്തിക്കാനും നഷ്ടപ്പെട്ടു പോയി ഇമേജ് വീണ്ടെടുക്കാനുമാണ് ഈ ഒരു വിഭാഗം നേതാക്കളുടെ ശ്രമം.
ഈ ഇമേജ് എന്ന് പറഞ്ഞാൽ അത് രാഹുലിന്റെ ഇമേജ് ആണെന്ന് കരുതിയത് തെറ്റി. രാഹുലിന്റെ ഇമേജ് അല്ല. രാഹുലിനൊപ്പം പാലക്കാട് നിയോജക മണ്ഡലത്തിൽ രാഹുലിനെ മത്സരിപ്പിച്ച് രാഹുലിന്റെ തൊട്ട് പിന്നിൽ നിന്ന് രാഹുലിന്റെ അണികളായും രാഹുലിന്റെ അനുയായികളായും ഒക്കെ നിന്ന് രാഹുൽ MLA ആയപ്പോൾ രാഹുലിന്റെ ആ MLA പദവിയുടെ ആ തണലിൽ ഇത്രയും കാലം സുഖിച്ച് ജീവിച്ച ചില കോൺഗ്രസ് നേതാക്കളുണ്ട്, കുട്ടി നേതാക്കൾ. ഈ നേതാക്കളുടെ ഇമേജ് പോകും. അതാണ് ഇമേജ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഈ ഇമേജ് തിരിച്ചു പിടിക്കാനാണ് രാഹുലിനെ തന്നെ മണ്ഡലത്തിറക്കി കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കാനുള്ള ശ്രമം അവർ അവസാന ഘട്ടം എന്ന നിലയിൽ നടത്തുന്നത്. സംശയിക്കേണ്ട, ഈ ഇടയ്ക്ക് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അടക്കം ചില നേതാക്കൾ രാഹുലിന്റെ അടൂരിലെ വീട്ടിലെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം രാഹുൽ ശബരിമലയിൽ പോയിട്ട് വന്ന ശേഷമായിരുന്നു. കാരണം തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്ക് മധ്യേ രാഹുലിന്റെ വീട്ടിൽ ചായ കുടിക്കാൻ ഇറങ്ങിയതെന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷേ ഇതൊന്നുമല്ല കാര്യം. പാർട്ടിയുടെ വിപ്പ് നിലനിൽക്കുന്നതിനാൽ ഏത് രാഷ്ട്രീയ നേതാവ് രാഹുലിനെ കണ്ട് ചർച്ച നടത്തിയാലും അത് പാർട്ടിക്ക് എതിരായ നീക്കമായി കരുതാനാകൂ. എന്തായാലും കോൺഗ്രസിനുള്ളിലെ പണ്ട് തൊട്ടേ ഇങ്ങനെയാണ്. പല യോഗങ്ങളും പല ഗ്രൂപ്പ് യോഗങ്ങളും തുടങ്ങിയത് ഇങ്ങനെ ചെറിയ 3-4 നേതാക്കൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അവരുടെ പ്രതിഷേധത്തിലും അവരുടെ വികാരമൊക്കെ പ്രതിഫലിച്ചാണ് ഓരോ ഗ്രൂപ്പുകളും ഉണ്ടായത്. തിരുത്തൽവാദ ഗ്രൂപ്പ് പോലും ഉണ്ടായത് കോൺഗ്രസിനുള്ളിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതും അത്തരമൊരു ഗ്രൂപ്പ് ഫോർമേഷൻ തുടക്കമാണോ എന്നും കരുതേണ്ടിയിരിക്കുന്നു. എന്തായാലും മണ്ഡലത്തിലെത്തുന്ന MLA തടഞ്ഞാൽ ശക്തമായി നേടുമെന്ന് ചില കോൺഗ്രസ് നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. സംസ്ഥാന നേതൃത്വത്തിന്റെ അപ്രതി നിലനിൽക്കുന്നതിനാൽ ജില്ലാ നേതാക്കൾക്ക് പകരം തീരെ ചെറിയ മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റി, ആ കമ്മിറ്റിയിൽപ്പെട്ട നേതാക്കൾ, കാരണം സസ്പെൻഷനിലായാൽ പോലും അവർക്കതൊരു പ്രശ്നമല്ല, വീണ്ടും എങ്ങനെയെങ്കിലും പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഭാരവാഹിത്വത്തിലേക്ക് തിരിച്ചു കയറാമെന്ന് കണക്കുകൂട്ടലിൽ നിൽക്കുന്ന ചില ഛോട്ട നേതാക്കളായിരിക്കും രാഹുലിന് MLAയുടെ സുരക്ഷ എന്ന പേരിൽ സുരക്ഷ ഒരുക്കുന്നതിന്റെ നേതൃത്വം ഏറ്റെടുക്കുക. ഇവരാകും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടെത്തിയാൽ രാഹുൽ ഗാന്ധിക്ക് സമാനമായ സുരക്ഷ എങ്ങനെ ഒരുക്കാമെന്നതിനെ കുറിച്ച് ഇപ്പോൾ തകൃതിയായി ആലോചിക്കുന്നതും. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ നിൽക്കുന്നു, രാഹുൽ ഗാന്ധി എവിടെ നിൽക്കുന്നു എന്ന് പോലും തിരിച്ചറിവില്ലാത്ത ചില കോൺഗ്രസിലെ ഛോട്ട നേതാക്കളാണ് ഇതിന് പിന്നിലെന്ന് പറയുമ്പോഴാണ് പാലക്കാട് പാർട്ടി എത്രത്തോളം അധപതിച്ചു പോകുന്നുവെന്ന് മനസ്സിലാക്കുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച